ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Joy Alucas. നമസ്കാരം. പ്രധാന വാർത്തകൾ. ജില്ലയിലും കർഷക ആത്മഹത്യ. മാള കുഴൂരിൽ കർഷകനായിരുന്ന ജിജോ പോളിനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃഷിയിലൂടെ ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ടായിരുന്നതായി ബന്ധുക്കൾ. അടിയന്തരാവസ്ഥക്കാലത്തിന്റെയും കക്കയം ക്യാമ്പ് പീഡനത്തിന്റെയും ജീവിക്കുന്ന രക്തസാക്ഷിയായി എബ്രഹാം ബെൻഹർ. രാജന്റെ മൃതദേഹം കോരപ്പുഴയിൽ ഒഴുക്കിയതാകാമെന്നും വെളിപ്പെടുത്തൽ. വിയർപ്പിനൊപ്പം കണ്ണീരൊഴുക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ. കൂലി കുടിശ്ശിക ലഭിക്കാത്തതാണ് പ്രതിസന്ധിയായി മാറുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തൃശൂർ മണ്ഡലത്തിലേക്കുള്ള CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാർ. സംസ്ഥാന ദേശീയ കൗൺസിലുകൾ ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് സ്വീകരിക്കും. എരുമപ്പെട്ടി തിച്ചൂരിൽ ബസ്സിടിച്ച് വയോധിക മരിച്ചു. നിർത്തിയിട്ടിരുന്ന ബസ്സിന് മുന്നിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലായിരുന്നു അപകടം. പാഞ്ഞാളിൽ റിട്ടയർഡ് അധ്യാപികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് നിഗമനം. മറ്റത്തൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ജലസാക്ഷരതാ യജ്ഞം ശ്രദ്ധേയമാകുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് പഞ്ചായത്തിലെ മുഴുവൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് സമ്പൂർണ്ണ നീന്തൽ പരിശീലന പരിപാടി നടപ്പാക്കുന്നത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വീരനായകനായി അഭിനന്ദൻ വർദ്ധമാൻ. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തി. അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറി. പാകിസ്ഥാനി റേഞ്ചേഴ്സാണ് അഭിനന്ദനെ BSFന് കൈമാറിയത്. മുതിർന്ന വ്യോമസേന ഉദ്യോഗസ്ഥർ അഭിനന്ദനെ സ്വീകരിച്ചു. അഭിനന്ദൻ നെഞ്ചുവിരിച്ച് തലയുയർത്തി നടന്നെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ രാജ്യത്തിന് ആശ്വാസമായി. വാഗയിൽ അഭിനന്ദനെ കാത്ത് മണിക്കൂറുകളാണ് ദേശീയ പതാകയുമായി വലിയ ജനക്കൂട്ടം കാത്തുനിന്നിരുന്നത്. എയർ വൈസ് മാർഷൽമാരും കുടുംബാംഗങ്ങളും ചേർന്നാണ് വാഗ അതിർത്തിയിൽ അഭിനന്ദനെ സ്വീകരിച്ചത്. കുഴൂരിൽ കടബാധ്യത മൂലം കർഷകൻ ആത്മഹത്യ ചെയ്തു. കുഴൂർ പാറാശ്ശേരി 49 വയസ്സുള്ള ജിജോ പോളിനെയാണ് വീടിനകത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. നേരത്തെ കർഷകനായിരുന്ന ജിജോ പോൾ പച്ചക്കറി വിപണിയിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയായിരുന്നു. കൃഷി ആവശ്യങ്ങൾക്കായി വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്തിരുന്ന ജിജോ പോളിന് 18 ലക്ഷത്തോളം രൂപ കടബാധ്യതയുണ്ട്. ആകെ 26 സെന്റ് സ്ഥലമാണുള്ളത്. പാട്ടത്തിനെടുത്ത സ്ഥലങ്ങളിൽ വാഴ, ചീര, പയർ തുടങ്ങിയ കൃഷികളാണ് ചെയ്തിരുന്നത്. വിദേശത്തായിരുന്ന ഇയാൾ വർഷങ്ങളായി കൃഷി ചെയ്തിരുന്നുവെങ്കിലും നഷ്ടത്തെ തുടർന്ന് ഉപേക്ഷിച്ചതാണെന്നാണ് സൂചന. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രളയവും ചതിച്ചപ്പോൾ ജിജോ പോൾ കടബാധ്യത ഒഴിവാക്കാനാകാതെ ജീവൻ ഉപേക്ഷിക്കുകയായിരുന്നു. പ്രളയത്തിൽ കുഴൂർ മേഖലയിലുണ്ടായ കൃഷിനാശം ജിജോ പോളിനെ വൻ കടബാധ്യതയിലേക്കാണ് എത്തിച്ചത്. കഴിഞ്ഞ ഓണത്തിന് വിപണിയിലേക്ക് കായ നൽകണമെന്ന ഉറപ്പിൽ നിരവധി കർഷകർക്ക് ജിജോ മുൻകൂർ പണം നൽകിയിരുന്നു. ഇതിനായി ലക്ഷങ്ങൾ ബാധ്യത വരുത്തേണ്ടി വന്നു. ഓണത്തിന്റെ കച്ചവടത്തിലൂടെ പണം തിരികെ നൽകാമെന്നും നേരത്തെയുള്ള കടബാധ്യത കുറയ്ക്കാമെന്നും ജിജോ പോൾ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ പ്രളയം കുഴൂരിലെ കാർഷിക മേഖലയെ തകർത്തെറിഞ്ഞപ്പോൾ ജിജോ പോളിന്റെ ജീവിതത്തിന്റെ താളം കൂടി തെറ്റുകയായിരുന്നു. മുൻകൂർ പണം വാങ്ങിയ കർഷകരുടെ കൃഷി പൂർണ്ണമായി നശിച്ചതോടെ ഇടനിലക്കാരനായ ജിജോ പോൾ കടബാധ്യതയുടെ കടുത്ത സമ്മർദ്ദത്തിലായി. ഏതാനും ദിവസം മുൻപ് ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് പോലും ചിന്തിച്ചതായും സൂചനയുണ്ട്. അത്രയേറെ സാമ്പത്തിക ബാധ്യതയാണ് ഇയാൾക്ക് പ്രളയം വരുത്തിവെച്ചത്. കടബാധ്യത ഒഴിവാക്കാനുള്ള എല്ലാ പദ്ധതികളും പാളിപ്പോയ അവസ്ഥയിലായിരിക്കും സ്വയം ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഭാര്യയും 6ഉം 2ഉം വയസ്സുള്ള 2 മക്കളുമാണ് ഇയാൾക്കുള്ളത്. കാർഷിക മേഖലയിൽ വേണ്ടത്ര വരുമാനമില്ലാതെ വിദേശത്ത് ജോലിക്ക് പോയ ശേഷമാണ് നാട്ടിലെത്തി കച്ചവടം ആരംഭിച്ചത്. കൃഷിയോട് അത്രയധികം താൽപ്പര്യമുണ്ടായിരുന്നതിനാലാണ് കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട കച്ചവടത്തിലേക്ക് ഇറങ്ങിയതും. TCV മാള. ഈച്ചരവാര്യരുടെ മകൻ രാജന് എന്ത് സംഭവിച്ചുവെന്നത് രാഷ്ട്രീയ കേരളം ഇന്നും ഉത്തരം തേടുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് രാജനോടൊപ്പം കക്കയം ക്യാമ്പിൽ കഴിഞ്ഞ എബ്രഹാം ബെൻഹർ എന്ന വയനാട്ടുകാരൻ. തന്റെ മകനെ തേടി ഈച്ചരവാര്യർ എന്ന അച്ഛൻ നടത്തിയ അന്വേഷണവും നിയമപോരാട്ടവും കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്.
സാംസ്കാരിക നഗരിയെ സംബന്ധിച്ച് ഈശ്വരവാര്യർ എന്നും നീറുന്ന ഒരു ഓർമ്മയാണ്. അടിയന്തരാവസ്ഥയുടെ കറുത്ത അധ്യായത്തിന്റെ ബാക്കി പത്രമാണ് അബ്രഹാം ബെൻഹറിനെ പോലുള്ളവരുടെ ജീവിതം. കോഴിക്കോട് സർവകലാശാലയിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കെ 1976 ഫെബ്രുവരി 27 വലിയ സന്നാഹവുമായി പോലീസ് അബ്രഹാം ബെൻഹറിനെ വയനാട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് നക്സൽ ബന്ധമുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കക്കയം ക്യാമ്പിലെത്തിക്കുകയായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ഇദ്ദേഹം പോലീസിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു. ഡാം നിർമ്മാണത്തിനായി നിർമ്മിച്ച സിമന്റ് ഗോഡൌണാണ് പിന്നീട് കക്കയം ക്യാമ്പാക്കി മാറ്റിയത്. റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും രാജിനെയും ജോസഫ് ചാലി എന്ന വിദ്യാർത്ഥിയെയും അവിടെ എത്തിച്ചിരുന്നു. ബെഞ്ചിൽ ഇരു കൈകളും കാലുകളും ബന്ധിച്ച് നടത്തിയ ഉരുട്ടിലടക്കമുള്ള ക്രൂര പീഡനങ്ങളുടെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഈ ശരീരത്തിലുണ്ട്. എല്ലും പേശികളും മാംസവും അടർന്നു പോകുന്ന വിധത്തിലുള്ള മൂന്നാം മുറയ്ക്കിടയിലാണ് ഒരാളുടെ ബോധം പോയതായും വെള്ളമൊഴിച്ചിട്ടും ബോധം വന്നില്ലെന്ന കാര്യവും പോലീസുകാർ സംസാരിക്കുന്നത് കേട്ടത്. അത് രാജിനെ കുറിച്ചാണെന്നാണ് അബ്രഹാം ബെൻഹറിന്റെ നിഗമനം. ഒരു പോലീസുകാരൻ വന്ന് അവിടുത്തെ ഓഫീസേഴ്സിനോട്, അതായത് ജയറാമ്പടിക്കലും മുരളീകൃഷ്ണദാസ്, ലക്ഷ്മണ, മധുസൂദനൻ തുടങ്ങിയിട്ടുള്ള പോലീസുകാരോട്, ഓഫീസേഴ്സിനോട് പറയുന്നത് ആ ഒരാൾ ബോധം കെട്ടുപോയി എന്നാണ്. അപ്പോൾ ഇവർ പറയുന്നത് അതിനെ കുറച്ച് വെള്ളം തളിക്കുകയെന്ന് വെച്ചാൽ. അപ്പം ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ പോലീസുകാർ വീണ്ടും വന്ന് പറയുകയാണ് ബോധം തെളിഞ്ഞിട്ടില്ല എന്നുള്ളത്. അത് രാജനെ കുറിച്ചിട്ടാണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. രാജൻ കക്കയം ക്യാമ്പിൽ കൊല്ലപ്പെട്ടെന്നും ഉരക്കുഴിയിൽ മൃതദേഹം ഉപേക്ഷിച്ചെന്നും അതല്ല പഞ്ചസാരയിട്ട് കത്തിച്ചെന്നും ഡാമിൽ തള്ളിയെന്നുമുള്ള കഥകളാണ് പിന്നീട് പുറത്തു വന്നത്. എന്നാൽ കൊല്ലപ്പെട്ട രാജിന്റെ മൃതദേഹം പോലീസ് വയറുകീറി കടലിനോട് ചേർന്നുള്ള കോരപ്പുഴയിൽ ഉപേക്ഷിച്ചതാകാനാണ് സാധ്യതയെന്നാണ് ഇദ്ദേഹത്തിന്റെ വിശ്വാസം. അപ്പോൾ പോലീസ് ജീപ്പിൽ കൊണ്ടുപോയി ഈ പാലത്തിൻ്റെ മുകളിൽ വെച്ച് ഈ മൃതശരീരം വയറ് കീറിയ പിന്നെ മൃതദേഹം പൊന്തില്ല. ഈ വയറ് കീറി ഈ ചാക്കോട് കൂടിയിട്ട് പുഴയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ പാലത്തിൽ നിന്ന് നോക്കിയാൽ കടൽ കാണാവുന്നതാണ്, ഒരു 150 മീറ്റർ താഴെ. അതിനുള്ള കാരണവും ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഈ പോലീസുകാരൻ അന്നേരം നന്നായിട്ട് കുടിച്ച് ബോധമില്ലാത്തതായിട്ടുള്ള രീതിയിലുള്ള പ്രകൃതമാണ് എനിക്ക് തോന്നുന്നത്. പോലീസുകാരൻ പറഞ്ഞു, എടാ നിന്നെയൊക്കെ തല്ലിക്കൊന്ന് വയറ് കീറി കടലിലെറിഞ്ഞാൽ ഏത് പട്ടിയടാ ചോദ്യം. മദ്യപാനത്തിൻ്റെ ആ ഒരു ബോധമില്ലായ്മയിലും പിന്നെ ഒരു അഹങ്കാരവും അഹംഭാവവും ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു ആ സമയത്ത് കണ്ടത്. രാജന് എന്തു സംഭവിച്ചു എന്ന് കൃത്യമായി അറിയുന്നവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. അവരിൽ പലരും ഇന്ന് ജീവനോടെ അവശേഷിക്കുന്നുമില്ല. കക്കയം ക്യാമ്പിൽ നിന്ന് കണ്ണൂർ ജയിലിലെത്തിയ അബ്രഹാം ബെൻഹർ പുസ്തകരചനയും ഗവേഷണ പ്രവർത്തനങ്ങളും വിവിധ സംഘടനാ പ്രവർത്തനങ്ങളുമായി വയനാട്ടിൽ കഴിയുകയാണ്. അടിയന്തരാവസ്ഥ കാലത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി കണക്കെ. TCV ന്യൂസ്, തൃശൂർ. തൊഴിൽ ഉറപ്പാണെങ്കിലും കൂലി കടലാസിൽ മാത്രം. അത്താഴത്തിന് വകയില്ലാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിയർപ്പിനൊപ്പം കണ്ണീരൊഴുക്കുന്നു. പുത്തൻചിറ പഞ്ചായത്തിലെ അടയിനിപ്പറമ്പിൽ സുലേഖയും താനത്തുപറമ്പിൽ റുക്കിയയും മണലിക്കാട്ടിൽ ലീലയും കൈമാപ്പറമ്പിൽ പുഷ്പാവതിയും തൊഴിലുറപ്പുണ്ടായിട്ടും അത്താഴത്തിന് വകതേടാൻ നെട്ടോട്ടമോടുന്നവരുടെ കൂട്ടത്തിൽ മുന്നിലാണ്. ആഴ്ചയിലൊരിക്കൽ കൂലി വന്നിട്ടുണ്ടോ എന്നറിയാൻ ഇവർ ബാങ്കിൽ അന്വേഷണം തുടങ്ങിയിട്ട് മാസങ്ങളായി. പാസ്ബുക്കുമായി ബാങ്കിൽ പോയി നിരാശയോടെ തിരിച്ചുവരുന്നത് പതിവ് ശീലമാക്കിയവർ നിരവധിയാണ്. 65-കാരിയായ സുലേഖയ്ക്ക് 100 ദിവസത്തെ കൂലിയാണ് ലഭിക്കാനുള്ളത്. 70-കാരനായ സുലേഖയുടെ ഭർത്താവിന് 40 ദിവസത്തെ കൂലി 2016-17 വർഷത്തിൽ കിട്ടാനുണ്ടായിരുന്നു. പിന്നീട് സുഖമില്ലാത്ത അവസ്ഥയിൽ തൊഴിലുറപ്പ് ജോലി താൽക്കാലികമായി ഉപേക്ഷിച്ചെങ്കിലും ഏതാനും നാളുകളായി വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഇതുവരെ കൂലി കുടിശ്ശികയൊന്നും ലഭിച്ചിട്ടില്ല. ഇവർക്ക് ഏക ആശ്രയം ഈ തൊഴിലുറപ്പ് തൊഴിലും കൂലിയുമാണ്. എനിക്ക് 110 പണിയുടെ കാശ് കിട്ടാനുണ്ട്. എനിക്ക് വേറെ മാർഗമൊന്നുമില്ല ജീവിക്കാൻ. ഇതിൽ തന്നെ ജീവിക്കണത് ഭയങ്കര ബുദ്ധിമുട്ടും ജീവിക്കണം. തനിച്ചു താമസിക്കുന്ന താനത്തുപറമ്പിൽ റുഖിയയ്ക്ക് കഴിഞ്ഞ ഒക്ടോബർ മുതൽ കൂലി ലഭിച്ചിട്ടില്ല. അന്നു മുതൽ 50 ദിവസത്തെ കൂലി ലഭിക്കാനുണ്ടെന്നും മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ലെന്നും റുഖിയ പറഞ്ഞു. എനിക്കൊരു 50 പണിയുടെ പൈസ കിട്ടാനുണ്ട്. അത് ഇതേവരെയും കിട്ടിയിട്ടില്ല. ഞങ്ങള് ഒരുപാട് ആൾക്കാർക്ക് അതേപോലെ 50 പണിയുടെ പൈസയും 60 പണിയുടെയും 110 പണിയുടെയും പൈസ കിട്ടാനുള്ളവർ ഇപ്പോഴും ഉണ്ട്. ഉമ്മമാര് ഞങ്ങളുടെ അടുത്ത് പണിയെടുത്തവരൊക്കെ, അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി തന്നെ ജീവിക്കുന്നത്. ആകെയുള്ള 3.25 സെന്റ് സ്ഥലത്തെ വീട്ടിൽ ഇവർ തനിച്ചാണ് കഴിയുന്നത്. കൈമാപ്പറമ്പിൽ പുഷ്പാവതിക്ക് 80 ദിവസത്തെയും റംല മജീദിന് 40 ദിവസത്തെയും കൂലി ലഭിക്കാനുണ്ട്. മണലിക്കാറ്റിൽ ലീലയ്ക്കും തൊഴിലുറപ്പ് അത്താഴത്തിനുള്ള പ്രതീക്ഷയായിരുന്നു. തൊഴിലെടുക്കുന്നതല്ലാതെ കൂലി കിട്ടാതായപ്പോൾ
ഇവരെല്ലാം ഇപ്പോൾ കടക്കാരായി മാറിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി നൽകാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്തുകൾക്കില്ല. തൊഴിൽ ചെയ്തതും തൊഴിലാളികളുടെ വിവരങ്ങളും അടക്കമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുകയും സാക്ഷ്യപ്പെടുത്തുകയും മാത്രമാണ് ചെയ്യുന്നതെന്ന് പുത്തൻചിറ പഞ്ചായത്ത് പ്രസിഡന്റ് VA നദീർ അറിയിച്ചു. ഇത്തരത്തിൽ രേഖപ്പെടുത്തി പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും സാക്ഷ്യപ്പെടുത്തുന്നത് ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർക്ക് കൈമാറും. ഇക്കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ തന്നെ പൂർത്തിയാക്കാറുണ്ടെന്നും പുത്തൻചിറയിൽ മാത്രമല്ല ഈ അവസ്ഥയുള്ളതെന്നും VA നദീർ വ്യക്തമാക്കി. കേന്ദ്ര പദ്ധതിയായതിനാൽ ഫണ്ട് വരുന്നതിനനുസരിച്ച് സംസ്ഥാന തലത്തിൽ ജില്ല തിരിച്ച് വിഭജിച്ചു നൽകുന്ന രീതിയാണുള്ളത്. TCV മാള. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തൃശൂർ മണ്ഡലത്തിലേക്കുള്ള CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറായി. സിറ്റിംഗ് MP CN ജയദേവൻ, മുൻ മന്ത്രി KP രാജേന്ദ്രൻ, മുൻ MLA രാജാജി മാത്യു തോമസ് എന്നിവരെ ഉൾപ്പെടുത്തിയാണ് സാധ്യതാ പട്ടിക തയ്യാറാക്കിയത്. തൃശൂരിൽ ചേർന്ന CPI ജില്ലാ കൗൺസിൽ യോഗമാണ് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. CN ജയദേവൻ, KP രാജേന്ദ്രൻ, രാജാജി മാത്യു തോമസ് ഈ 3 പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കൊടുത്ത ലിസ്റ്റുകളുടെ ഒരു പ്രോസസ്സിംഗ് 3-4 തീയതികളിൽ ചേരുന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും കൗൺസിലും ചർച്ച നടക്കും. സാധ്യതാ പട്ടിക സംസ്ഥാന ദേശീയ കൗൺസിലുകൾക്ക് സമർപ്പിക്കും. മാർച്ച് 3-4 തീയതികളിലായി ചേരുന്ന CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. തുടർന്ന് 5-6 തീയതികളിൽ ചേരുന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. മാർച്ച് 8-ന് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി CPI ദേശീയ കൗൺസിൽ എക്സിക്യൂട്ടീവ് യോഗം പ്രഖ്യാപിക്കും. ഇടവേള. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ഉത്സവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ മേള. എൻചാന്റിംഗ് ഈസ്റ്റ്, വണ്ടർഫുൾ വെസ്റ്റ്, സിൻഡിലേറ്റിംഗ് സൗത്ത്, ന്യൂജൻ നോർത്ത് എന്നീ വിഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് ശ്രേണികൾ. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത സാരികൾ, റെഡിമെയ്ഡ് ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ. കല്യാൺ സിൽക്സ് കോട്ടൺ ഉത്സവ്. വാർത്തകൾ തുടരുന്നു. തിച്ചൂരിൽ ബസ്സിടിച്ച് വയോധിക മരിച്ചു. പൊന്നുംകുന്ന് കോളനിയിൽ 70 വയസ്സുള്ള കുറുമ്പയാണ് മരിച്ചത്. രാവിലെ 9:30 തിച്ചൂർ കുളം ബസ് സ്റ്റോപ്പിന് മുന്നിൽ വെച്ചാണ് അപകടമുണ്ടായത്. നിർത്തിയിട്ടിരുന്ന MR സർവീസ് എന്ന ബസ് മുന്നോട്ടെടുക്കുന്നതിനിടയിൽ മുൻവശത്ത് കൂടി റോഡ് മുറിച്ചു കടന്ന കുറുമ്പയെ ബസ് ഇടിക്കുകയായിരുന്നു. ബസ്സിനടിയിലേക്ക് വീണ കുറുമ്പയുടെ ശരീരത്തിലൂടെ മുൻചക്രം കയറിയിറങ്ങി. ഉടൻ തന്നെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പാഞ്ഞാളിൽ റിട്ടയർഡ് അധ്യാപികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ്. പാഞ്ഞാൾ അയ്യപ്പൻകാവിന് സമീപം തനിച്ച് താമസിക്കുന്ന വെള്ളറോട്ടിൽ വീട്ടിൽ 62 വയസ്സുള്ള ശോഭനയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാഞ്ഞാൾ സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ് ശോഭന. ഭർത്താവ് മരിച്ച ഇവർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ഇവർക്ക് മക്കളില്ല. 3 ദിവസമായിട്ടും ഇവരെ വീടിന് വെളിയിൽ കാണാത്തത് മൂലം വ്യാഴാഴ്ച രാത്രി നാട്ടുകാർ അന്വേഷിച്ചു ചെന്നപ്പോൾ വീടിനുള്ളിൽ കട്ടിലിന് സമീപത്തുണ്ടായിരുന്ന കിടക്കയിൽ മലർന്നു കിടക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മൂക്കിൽ നിന്ന് രക്തം വന്ന നിലയിലായിരുന്നു കിടന്നിരുന്നത്. കയ്യിൽ ധരിച്ചിരുന്ന വള നഷ്ടപ്പെട്ടിട്ടില്ല. 3 ദിവസത്തെ പത്രവും പാലും ഗേറ്റിന് സമീപം കണ്ടെത്തി. മുൻവശത്തെ വാതിൽ ചാരിയ നിലയിലായിരുന്നു. കിടപ്പുമുറിയുടെ വാതിൽ പുറത്തുനിന്നും അടച്ചിരുന്നു. പിന്നെ മൊത്തം നമ്മൾ ഏരിയയെല്ലാം സീൽ ചെയ്തിട്ടുണ്ട്. ബേസിക്കായിട്ടുള്ള എല്ലാ വിധിവിധാനങ്ങൾ ഇൻക്ലൂഡിങ് പേപ്പറൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് ഒരു ഡൗട്ടുള്ളത് ഒരു മർഡറാണോന്നത്തെ ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോറൻസിക് എക്സ്പെർട്ട്, മെഡിക്കൽ എക്സ്പെർട്ടിനെ ചോദിച്ചിട്ട് അടുത്ത നടപടിയിലേക്ക് FIR ചേഞ്ച് ചെയ്യേണ്ട ആ നടപടിയിലേക്ക് പോകാം. ഫോറൻസിക് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് നായ ഡോണ മണം പിടിച്ച് സമീപത്തെ പാടം വരെ പോയി തിരിച്ചു വന്നു. സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര, ACP മുരളീധരൻ, വടക്കാഞ്ചേരി CI അനിൽ തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. TCV ചേലക്കര. ഹൈസ്കൂൾ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി മറ്റത്തൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ജലസാക്ഷരതാ യജ്ഞം ശ്രദ്ധേയമാകുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു പഞ്ചായത്തിൽ മുഴുവൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ നീന്തൽ പരിശീലന പരിപാടി നടപ്പാക്കുന്നത്. മുങ്ങിമരണങ്ങൾ നിത്യസംഭവമാകുന്ന പശ്ചാത്തലത്തിലാണ് കൗമാരപ്രായക്കാരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി നീന്തൽ പരിശീലനം നൽകാൻ മറ്റത്തൂർ പഞ്ചായത്ത് തീരുമാനിച്ചത്. നീന്തൽ അറിയാത്തതുകൊണ്ട് മാത്രം നിരവധി മുങ്ങിമരണങ്ങൾ സംഭവിച്ചിട്ടുള്ള പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തം ആവർത്തിക്കപ്പെടരുതെന്ന ദൃഢനിശ്ചയമായിരുന്നു ഇതിന് പിന്നിലെന്ന് മറ്റത്തൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS പ്രശാന്ത് പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് ആദ്യമായിട്ട് ഈ പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കിയത്. അന്ന് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമാണ് നമുക്ക് ഈ പരിശീലന പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരുന്നത്. ഈ സാമ്പത്തിക വർഷം നമ്മൾ ഈ പദ്ധതി ഒന്നും കൂടി വിപുലീകരിച്ച് മറ്റത്തൂർ പഞ്ചായത്തിലെ എല്ലാ ഹൈസ്കൂളിലെയും
8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്കാണ് നമ്മൾ ഈ പരിശീലന പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തോളമായി നിലയില്ലാത്ത വെള്ളത്തിൽ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന ആളൂർ കൊമ്പിടി സ്വദേശിയായ MS ഹരിലാലിനെയാണ് ഈ ഭാരിച്ച ദൗത്യം പഞ്ചായത്ത് ഏൽപ്പിച്ചത്. പഞ്ചായത്തിലെ 5 ഹൈസ്കൂളുകളിൽ നിന്നുള്ള 8, 9, 10 ക്ലാസുകളിൽ പഠിക്കുന്ന 1000-ലേറെ വിദ്യാർത്ഥികൾക്ക് ജലസാക്ഷരത പകർന്ന് അവരെ ആഴമുള്ള കുളങ്ങളിൽ അനായാസം നീന്താൻ പ്രാപ്തരാക്കുന്ന പരിശീലന പരിപാടിക്ക് കഴിഞ്ഞ മാസമാണ് തുടക്കം കുറിച്ചത്. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തോട് ചേർന്നുള്ള വിശാലമായ കുളമാണ് ഇതിനുള്ള പരിശീലന വേദിയായി തിരഞ്ഞെടുത്തത്. ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും ഊഴമനുസരിച്ച് കുട്ടികൾ ഇവിടെ എത്തി നീന്തൽ പരിശീലനം നേടുന്നു. ശനി, ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ രാവിലെ 6:45 മുതൽ 7:45 വരെയുള്ള 1 മണിക്കൂറാണ് പരിശീലന സമയം. ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ പരിശീലക സംഘമാണ് കുട്ടികളെ നിലയില്ലാത്ത വെള്ളത്തിൽ നീന്താൻ പ്രാപ്തരാക്കുന്നത്. ഒരു സ്പോർട്സ് ഇനമായല്ല, ജീവൻ രക്ഷാ മാർഗമെന്ന നിലയ്ക്കാണ് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതെന്ന് കഴിഞ്ഞ 15 വർഷത്തിനിടെ ആയിരക്കണക്കിന് കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചിട്ടുള്ള ഹരിലാൽ പറയുന്നു. ഞങ്ങൾ ഈ നീന്തൽ പരിശീലനം നടത്തുന്നത് ഒരു സ്പോർട്സ് ഐറ്റം ആയിട്ടല്ല, ജീവൻ രക്ഷാ മാർഗമെന്ന നിലയിലാണ്. കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 2 ദിവസം കൊണ്ട് തന്നെ കുട്ടികൾ ഭയം വെടിഞ്ഞ് സ്വതന്ത്രമായി നീന്താൻ പഠിക്കുന്നുണ്ടെന്ന് പരിശീലക സംഘത്തിലുള്ള മൂത്തകുന്നം മാലിയങ്കര SNM സ്കൂളിലെ കായികാധ്യാപകൻ സേതുമാധവൻ പറഞ്ഞു. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം, കുട്ടികൾക്ക് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു മാർഗം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ്. കുട്ടികളും പെൺകുട്ടികളും അതായത് 2-3 മണിക്കൂറുകൾ കൊണ്ട് തന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള പരിപാടി തുടരണം, കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം. വീടിനുള്ളിലെ കുളിമുറിയിൽ മാത്രം കുളിച്ചു ശീലിച്ച തങ്ങൾക്ക് കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും ആർജിക്കാൻ നീന്തൽ പരിശീലനത്തിലൂടെ കഴിയുന്നുണ്ടെന്ന് കോടാലി SN വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥിനി TT കൃഷ്ണ പറയുന്നു. ഈ നീന്തൽ പരിശീലനത്തിന് വരുന്നേക്കാളും മുമ്പ് ഞങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പോലും പേടിയായിരുന്നു. ഇപ്പോൾ നീന്തൽ പരിശീലനത്തിന് ശേഷം വെള്ളത്തിൽ ഇറങ്ങാൻ നല്ല ധൈര്യമുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഞങ്ങൾക്ക് ചാടാനും ഇത് ഞങ്ങൾക്ക് വളരെയധികം ഉപകാരമുള്ള ഒരു പരിശീലനമായി തോന്നി. കാരണം ഇപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ പെട്ടാൽ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ധൈര്യമായി. ആഴമേറിയ കുളത്തിൽ ആദ്യം റബ്ബർ ട്യൂബിന്റെ സഹായത്തോടെയും പിന്നീട് സ്വതന്ത്രമായും നീന്തുന്ന വിദ്യാർത്ഥികൾ ആവേശപൂർവ്വമാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം മറ്റത്തൂർ പഞ്ചായത്തിലെ 10-ാം ക്ലാസ്സുകാരായ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചിരുന്നു. TCV കൊടകര. ചങ്ങരംകുളത്ത് ധനാഞ്ചൽ ചെട്ടിക്കമ്പനി പൂട്ടിയ സംഭവത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകർ ഇരകളെയും ജീവനക്കാരെയും സന്ദർശിച്ചു. കോടിക്കണക്കിന് രൂപയുടെ കുറിത്തട്ടിപ്പ് നടത്തിയ കരുവന്നൂർ ആസ്ഥാനമായ TNTയുടെ തന്നെ മറ്റൊരു സ്ഥാപനമാണ് ധനാഞ്ചൽ. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു പട്ടാമ്പി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയുടെ പ്രതിനിധികൾ ചങ്ങരംകുളത്തെ പൂട്ടിയ ചിട്ടിക്കമ്പനിയിലെത്തിയത്. സംഭവം അറിഞ്ഞതോടെ പണം നഷ്ടപ്പെട്ട 100 ഇടപാടുകാരും സ്ഥലത്തെത്തി. ജീവനക്കാരിൽ നിന്നും പണം നഷ്ടപ്പെട്ടവരിൽ നിന്നും പരാതികൾ എഴുതി വാങ്ങിയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ മടങ്ങിയത്. വിവരമറിഞ്ഞതോടെ ചങ്ങരംകുളം പോലീസും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഇടപാടുകാരെ പറ്റിച്ച് ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് കേസെടുത്ത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. മലപ്പുറം, തൃശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിലായി 40-ലധികം ശാഖകളിലായി 10,000-ലധികം ഇടപാടുകാരാണ് പരാതിക്കാർ. നിർധനരായ സ്ത്രീകളെയാണ് ഇവർ കമ്പനിയിൽ ജോലിക്ക് നിർത്തിയിരുന്നത്. വിവിധ ശാഖകളിലായി 500-ലധികം ജീവനക്കാർ ഇവരുടെ കെണിയിൽപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലാണ്. തൃശൂരിൽ TNT ചിട്ടിക്കമ്പനി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം തന്നെയാണ് ധനാഞ്ചലും. മുംബൈ ആസ്ഥാനമായും ഇവർക്ക് മറ്റ് പേരുകളിൽ ചിട്ടിക്കമ്പനികളുണ്ട്. TNT തട്ടിപ്പ് കേസിൽ പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. പ്രതികളുടെ വാഹനവും പാസ്പോർട്ടുകളും പോലീസ് പിടിച്ചെടുത്തിരുന്നു. TCV കുന്നംകുളം. വിദേശത്തു നിന്നും നെടുമ്പാശ്ശേരി വഴി കൊണ്ടുവന്ന് കാറിൽ കൊണ്ടുപോവുകയായിരുന്ന സ്വർണം ചാലക്കുടി പോട്ടാപ്പാലത്തിന് സമീപം മറ്റു കാറിലെത്തിയ സംഘം കൊള്ളയടിച്ച സംഭവത്തിലെ ഒരാൾ കൂടി പിടിയിലായി. കൊരട്ടി വാലുങ്ങാമുറി സ്വദേശി വെളിയത്ത് വീട്ടിൽ ഷിജോ പോൾ എന്ന ഫാൻറ്റം പൈലിയെയാണ് ചാലക്കുടി DYSP K ലാൽജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി CA J മാത്യു, ചാലക്കുടി SI VS വത്സകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേരളത്തിൽ എയർപോർട്ട് പരിസരം, ഹോട്ടലുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് മാസങ്ങളായി നടത്തിയ അന്വേഷണമാണ് ഷിജോ പോളിനെ പിടികൂടാൻ സഹായകമായത്. കണ്ണൂരിൽ നിന്ന് വിൽപ്പന നടത്തിയ സ്വർണവും പോലീസ് സംഘം കണ്ടെടുത്തിരുന്നു. കൊരട്ടി സ്റ്റേഷനിൽ 2 വർഷം മുൻപ് ഒരു യുവാവിനെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിക്കുകയും ബിയർ കുപ്പി കൊണ്ട് അടിച്ചു വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലും പ്രതിയാണ് ഷിജോ പോൾ. തരിശുരഹിത കേരളമാണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കാർഷിക മേഖലയിൽ ഉൽപ്പാദനം ഇരട്ടിയായതായും വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ പറഞ്ഞു. ചേലക്കരയിൽ ആരംഭിക്കുന്ന തൃശൂർ റൈസ് പാർക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു
മന്ത്രി. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള നെൽ കർഷകരിൽ നിന്നും നിശ്ചയിക്കപ്പെടുന്ന വിലയ്ക്ക് തന്നെ നെല്ല് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ പി കെ ബിജു എം പി മുഖ്യപ്രഭാഷണം നടത്തി. UR പ്രദീപ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കിൻഫ്ര MD KA സന്തോഷ് കുമാർ, കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി രത്തൻ ഖേൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന വ്യാപകമായി മൃഗസംരക്ഷണ വകുപ്പ് നടത്തുന്ന 20ാം കന്നുകാലി സെൻസസിന് തുടക്കമായി. മാർച്ച് 1 മുതൽ മെയ് 31 വരെ സംസ്ഥാനത്ത് നടത്തുന്ന കന്നുകാലി സെൻസസിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസിന്റെ തെക്കുംകരയിലെ വസതിയിലും കോർപ്പറേഷൻ തല ഉദ്ഘാടനം മേയർ അജിത വിജയന്റെ കൂർക്കഞ്ചേരിയിലെ വസതിയിലും വെച്ച് നടന്നു. പശു, കാള, പോത്ത്, എരുമ, ആട് തുടങ്ങി 15 ഇനം വളർത്തുമൃഗങ്ങളുടെയും കോഴി, താറാവ് തുടങ്ങി 8 തരം പക്ഷിയിനങ്ങളുടെയും വളർത്തുമത്സ്യസമ്പത്ത്, തെരുവുനായ്ക്കൾ, കശാപ്പുശാലകൾ, മത്സ്യബന്ധന അനുബന്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് മൃഗസംരക്ഷണ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഈ സെൻസസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ വരുന്ന കൃത്യമായ കന്നുകാലി മൃഗസമ്പത്ത് നമുക്ക് കണക്കെടുക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സെൻസസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ഥിതിവിവര ശേഖരണത്തിനായി മൃഗാശുപത്രിയിൽ നിന്ന് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ ചോദ്യാവലിയും വിവരങ്ങൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനവുമായി എല്ലാ വീടുകളിലും എത്തും. ഗ്രാമപ്രദേശങ്ങളിൽ 4500 വീടിന് ഒരാൾ, നഗരപ്രദേശങ്ങളിൽ 6000 വീടിന് ഒരാൾ എന്ന തോതിലാണ് ഇതിനായി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നത്. GPS മാപ്പിംഗ് വഴി മൃഗങ്ങളുടെയും പക്ഷികളുടെയും മത്സ്യസമ്പത്തിന്റെയും വിവരങ്ങൾ അവിടെ നിന്നു തന്നെ അപ്ലോഡ് ചെയ്യുന്നതിനാൽ കൃത്യമായി അവയുടെ ആവാസ വിവരങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. കന്നുകാലി മത്സ്യസമ്പത്ത് മേഖലയിൽ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നാളിതുവരെ നടപ്പാക്കിയ പദ്ധതികളുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പോരായ്മകൾ നികത്തുന്നതിനുമാണ് ഈ സെൻസസ് വിവരങ്ങൾ പ്രയോജനപ്പെടുത്തുക. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലുമുള്ള കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ എന്നിവിടങ്ങളിലെ പക്ഷിമൃഗാദികളുടെ വിവരങ്ങളാണ് ഇങ്ങനെ ശേഖരിക്കുന്നത്. പാൽ, മുട്ട, മാംസം എന്നിവയുടെ സീസൺ അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം 5 കൊല്ലം കൂടുമ്പോൾ നടത്തുന്ന കന്നുകാലി സെൻസസിനെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. TCV തൃശൂർ. ഇടവേള. സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. മോളെ, ഇത് അച്ഛന്റെ സെലക്ഷനാണ്. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തയിലേക്ക്. പുതുക്കാട് കാഞ്ഞൂർ എരിപ്പോട് റോഡിലെ ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിച്ച് കത്തി നശിച്ചു. ഒഴിവായത് വൻ ദുരന്തം. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ട്രാൻസ്ഫോർമറിന്റെ പരിധിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. അറ്റകുറ്റപ്പണികൾ തീർത്ത് ചാർജ് ചെയ്ത ഉടനെയാണ് ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിച്ചത്. പെട്ടെന്ന് തീ ആളിപ്പടരുകയായിരുന്നു. ട്രാൻസ്ഫോർമറിൽ നിന്ന് ഓയിൽ പുറത്തേക്ക് ഒഴുകിയതാകാം തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. തീ ആളിപ്പടരുന്നതിനിടയിൽ റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങൾ കടന്നുപോയിരുന്നു. പിന്നീട് പുതുക്കാട് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ട്രാൻസ്ഫോർമർ കത്തി നശിച്ചതോടെ പുതുക്കാട് സബ്സ്റ്റേഷന് കീഴിൽ 1 മണിക്കൂറോളം വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ട്രാൻസ്ഫോർമറിന്റെ പരിധിയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിച്ച സമയത്ത് മേഖലയിലെ വീടുകളിൽ വൈദ്യുതോപകരണങ്ങൾ കത്തി നശിച്ചതായും പറയുന്നു. KEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തളിക്കുളം കൊപ്രക്കളത്തുണ്ടായ അപകടത്തിൽ പൊലിഞ്ഞത് 2 കുടുംബങ്ങളുടെ ഏക പ്രതീക്ഷകൾ. കുടുംബത്തിനൊപ്പം നാട്ടുകാർക്കും ഇവരുടെ വിയോഗം തീരാ നൊമ്പരമായി. തൃത്തല്ലൂർ ഏങ്കൽസ് നഗർ സ്വദേശി പണിക്ക് വീട്ടിൽ റഹ്മത്ത് സബിത ദമ്പതികളുടെ മകൻ റമീസ്, കണ്ടശംകടവ് പത്യാല ക്ഷേത്രത്തിന് സമീപം വാടയിൽ വീട്ടിൽ മുകുന്ദൻ ബേബി ദമ്പതികളുടെ മകൻ ശരത് എന്നിവരാണ്
കൊപ്രക്കളത്തുണ്ടായ അപകടത്തിൽ മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 8:15 കൊപ്രക്കളം സെന്ററിന് തെക്കുഭാഗത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. തൃപ്രയാർ ഭാഗത്തു നിന്ന് ഒരുമിച്ചെത്തിയ 3 ബൈക്കുകളിൽ റമീസ് സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. റമീസ് സഞ്ചരിച്ച ബൈക്ക് എതിരെ നിന്നും ശരത്ത് സഞ്ചരിച്ച സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറും ബൈക്കും നിശേഷം തകർന്നു. റോഡിൽ തെറിച്ചുവീണ ശരത്ത് അബോധാവസ്ഥയിലായിരുന്നു. ആക്സ്, തളിക്കുളം ഗാന്ധി കെയർ പ്രവർത്തകർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾ നടന്നു. റമീസ് തൃപ്രയാർ NES കോളേജിൽ BCom 1ാം വർഷ വിദ്യാർത്ഥിയും ശരത്ത് മുറ്റിച്ചൂരിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനുമായിരുന്നു. പാചകവാതക വില കൂട്ടി. സബ്സിഡി സിലിണ്ടറിന് 2 രൂപ 8 പൈസയും സബ്സിഡി ഇല്ലാത്തതിന് 42 രൂപ 50 പൈസയുമാണ് കൂട്ടിയത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 68 രൂപയും വർദ്ധിച്ചു. ക്രൂഡ് ഓയിൽ വില കൂടിയതും രൂപയുടെ മൂല്യത്തിലെ മാറ്റവുമാണ് വില വർധനവിന് കാരണം. പുതുക്കിയ വില അനുസരിച്ച് ഈ മാസം ഉപഭോക്താക്കൾക്ക് 205 രൂപ 89 പൈസയാണ് സബ്സിഡി ലഭിക്കുക. കത്തുന്ന സൂര്യൻ, ഉരുകുന്ന ഭൂമി. വേനൽ ചൂട് കടുത്തതോടെ പലയിടങ്ങളിലും ജനങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ മലയോരത്തെ ജലസമൃദ്ധമായ പൊതുകുളം ആർക്കും പ്രയോജനപ്പെടാതെ അവഗണനയിൽ കിടക്കുന്നു. മറ്റുതൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള വെള്ളിക്കുളങ്ങര തേശ്ശേരി കുളമാണ് നവീകരണം പാതി വഴിയിൽ നിലച്ച് അനാഥാവസ്ഥയിൽ കിടക്കുന്നത്. ഒരു കാലത്ത് വെള്ളിക്കുളങ്ങരയിൽ നെൽകൃഷി നടന്നിരുന്നത് തേശ്ശേരി കുളത്തിലെ വെള്ളത്തെ ആശ്രയിച്ചായിരുന്നു. ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡ്, സർക്കാർ UP സ്കൂൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾക്കു സമീപം നേരത്തെ നെൽപ്പാടങ്ങളായിരുന്നു. തേശ്ശേരി കുളത്തിൽ നിന്ന് തോടുവഴിയെത്തിയിരുന്ന വെള്ളമാണ് അക്കാലത്ത് ഇവിടെ നെൽകൃഷിക്ക് ഉപയോഗിച്ചിരുന്നത്. തേശ്ശേരി കുളം ഒരു 40 വർഷം മുന്നേ തന്നെ അവിടെ വെള്ളം കെട്ടി നിർത്തി താഴ്ഭാഗങ്ങളിൽ കൃഷി ചെയ്ത് ഇത്തനോളി ഭാഗത്തും ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ കൃഷി ചെയ്ത് ഇന്നുള്ള വെള്ളമാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വീട് താമസം ഇതൊക്കെ ആയതുകൊണ്ട് തേശ്ശേരി കുളം അനാഥിനപ്പെട്ടു പോയി. അരനൂറ്റാണ്ടു മുൻപ് വെള്ളിക്കുളങ്ങരയ്ക്ക് കിഴക്കുള്ള കാടുകളിൽ കൂപ്പുപണി നടന്നിരുന്നപ്പോൾ തടി വലിക്കാൻ വന്നിരുന്ന ആനകളെ കുളിപ്പിച്ചിരുന്നത് തേശ്ശേരി കുളത്തിലായിരുന്നെന്ന് പ്രായം ചെന്നവർ പറയുന്നു. ഇവിടെ പാടങ്ങൾ ഇല്ലാതാവുകയും വീടുകൾ ഉയരുകയും ചെയ്തപ്പോൾ തേശ്ശേരി കുളം വിസ്മൃതിയിലായി. ആരും ഉപയോഗിക്കാതെ പാഴ്ചെടികളും പുല്ലും മൂടി നാശോന്മുഖമായ കുളം പുനരുദ്ധരിക്കണമെന്ന ആവശ്യമുയർന്നതോടെ 1.5 വ്യാഴവട്ടം മുൻപ് ഇതിന് ഫണ്ട് അനുവദിക്കപ്പെട്ടു. 1 ഏക്കറോളം വിസ്തൃതിയുള്ള കുളത്തിലെ മണ്ണും ചെളിയും നീക്കി വശങ്ങൾ കരിങ്കൽ കെട്ടി സംരക്ഷിക്കുന്ന പണികൾ ആരംഭിച്ചെങ്കിലും പാതിവഴിയിൽ സ്തംഭിക്കുകയായിരുന്നു. കുളത്തിലേക്ക് വഴിയില്ലാത്തതും ഇറങ്ങാൻ പടവുകളില്ലാത്തതും മൂലം കുളത്തിലെ ജലസമൃദ്ധി കണ്ടുനിൽക്കാനേ ഇപ്പോൾ നാട്ടുകാർക്കാകുന്നുള്ളൂ. കുളത്തിന്റെ നവീകരണത്തിനായി അടുത്ത കാലത്ത് 34 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കപ്പെട്ടെങ്കിലും കുളത്തിലേക്ക് വഴിയില്ലാത്തതിനാൽ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കാതെ പോവുകയായിരുന്നു. ഇതിൻ്റെ പുനരുദ്ധാര പ്രവർത്തനത്തിന് വേണ്ടി ആദ്യകാലഘട്ടത്തിൽ ഗുണഭോക്തൃ സമിതി ശ്രമിച്ചുവെങ്കിലും ഇടക്കാലങ്ങൾ വെച്ച് കെട്ട് പകുതി വെച്ച് നിലച്ചു പോവുകയുണ്ടായി. ഇപ്പോൾ MLAയുടെ കുളം നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 34 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് എടുത്തുവെങ്കിലും ഈ പൊതുക്കുളത്തിലേക്കുള്ള വഴി ഇല്ല എന്ന കാരണത്താൽ ആ പദ്ധതി ഇവിടെ നിലയ്ക്കുകയാണുണ്ടായി. ഏത് മാർഗത്തിൽ കൂടിയാണെങ്കിലും ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടി ഈ കുളം നവീകരിച്ച് ഒരു നല്ല ജലസ്രോതസ്സാക്കി മാറ്റുന്നതിന് വേണ്ടി അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുന്നു. വേനൽക്കാലമായാൽ കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്ന കട്ടിപ്പൊക്കം പ്രദേശത്തോട് ചേർന്നുള്ള തേശ്ശേരി കുളം നവീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് വാർഡംഗം AK പുഷ്പാകരൻ പറഞ്ഞു. TCV കൊടകര. കൊടും ചൂട് മൂലം മത്സ്യലഭ്യത കുറയുന്നു. മത്തിയുടെ ലഭ്യത വൻതോതിൽ കുറഞ്ഞു. മീൻവില വർദ്ധിച്ചു. മത്സ്യത്തൊഴിലാളികൾ വറുതിയിൽ. തീരക്കടലിലെ ചൂടല്ല ഉൾക്കടലിൽ 2 ഡിഗ്രിയെങ്കിലും തീവ്രത കൂടും. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഫെബ്രുവരിയിൽ തന്നെ ചൂട് കത്തിക്കയറിയതോടെ മത്സ്യബന്ധന മേഖല വറുതിയിലായി. സമുദ്രോപരിതലത്തിലെ ചൂട് 0.6 മുതൽ 0.8 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിച്ചതായാണ് കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ കേന്ദ്രത്തിന്റെ പഠന റിപ്പോർട്ട്. ഇതുമൂലം ജലോപരിതലത്തിലെ മത്സ്യലഭ്യത കുറഞ്ഞു. ആഴക്കടലിലും ചൂട് കൂടിയിട്ടുണ്ട്. കേരള തീരങ്ങളിൽ സമൃദ്ധമായിരുന്ന മത്തിയുടെയും അയലയുടെയും ലഭ്യത വൻതോതിൽ കുറഞ്ഞു. മറ്റു മത്സ്യങ്ങളുടെ ലഭ്യതയിലും ഇതാണ് അവസ്ഥ. ഇതോടെ മീൻവിലയും കൂടി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സ്യമെത്തിയാലേ ആവശ്യത്തിന് തികയൂ എന്ന സ്ഥിതിയിലുമായി. ചൂട് കടുത്തത് മത്സ്യത്തൊഴിലാളികൾക്ക് സമ്മാനിക്കുന്നത് വറുതിയാണ്. കടലിലിറങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ അസഹനീയമായ ചൂടാണ് അനുഭവിക്കുന്നത്. ആഴക്കടലിൽ നങ്കൂരമിട്ട് മത്സ്യബന്ധനം നടത്തുന്നവർക്ക് കൊടും ചൂട് ദുരിതമാവുകയാണ്.
പുലർച്ചെ പോയി വൈകിട്ട് മടങ്ങിയിരുന്ന ബോട്ടുകൾ പലതും ചൂട് മൂലം ഇപ്പോൾ ഉച്ചയ്ക്ക് തന്നെ മടങ്ങി തുടങ്ങി. മത്സ്യലഭ്യതക്കുറവ് മൂലം വേനൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വറുതിയുടേതാവുകയാണ്. TCV തൃശൂർ. സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ച നെല്ലിന്റെ സംഭരണ വില അടുത്ത സീസൺ മുതൽ കർഷകർക്ക് ലഭിക്കുമെന്നും കേരളമാണ് നെല്ലിന് ഏറ്റവും കൂടിയ സംഭരണ വില നൽകുന്നതെന്നും കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി കോൾ നിലങ്ങളിൽ ഇരിപ്പു നെൽകൃഷി ഓപ്പറേഷൻ കോൾ ഡബിൾ പദ്ധതിയുടെ ഉദ്ഘാടനം പള്ളിപ്പുറം ആലപ്പാട് കോൾപ്പടവിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കർഷകർക്ക് പെൻഷൻ നൽകുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും ഇതുവരെയുള്ള കർഷക പെൻഷൻ കുടിശ്ശിക മാർച്ച് 31-നകം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഗീതാ ഗോപി MLA അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കല പദ്ധതി വിശദീകരിച്ചു. ആത്മ ചേർപ്പ് ബ്ലോക്കിലെ മികച്ച സംയോജിത കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട ചേർപ്പ് പടിഞ്ഞാറ്റുമുറി കാക്രാലി വീട്ടിൽ ഷൈല കരീമിനെ ചടങ്ങിൽ മന്ത്രി അവാർഡ് നൽകി ആദരിച്ചു. തൊഴിലുറപ്പ് ജോലി ചെയ്തു വാങ്ങിയ 3 സെന്റ് ഭൂമിയിൽ സുരക്ഷിതമായൊരു വീടിനായി കാത്ത് യുവതിയും കുടുംബവും. ഏങ്ങണ്ടിയൂർ കേരകേസരി റോഡിൽ തൈപ്പറമ്പിൽ മഞ്ജുവിനും കുടുംബത്തിനും അടച്ചുറപ്പുള്ള വീടെന്നത് കാലങ്ങളായുള്ള സ്വപ്നമാണ്. വർഷങ്ങൾക്ക് മുൻപ് അമ്മൂമ്മയുടെ പേരിൽ അടിയാധാരമുള്ള സ്ഥലത്തെ കൊച്ചു വീട്ടിലായിരുന്നു മഞ്ജുവും കുടുംബവും കഴിഞ്ഞിരുന്നത്. വിവാഹത്തിനു ശേഷം കുടുംബത്തിന് താങ്ങായി തൊഴിലുറപ്പ് ജോലിയിൽ സജീവമായി ഈ യുവതി. 3 വർഷം മുൻപ് 3 സെന്റ് ഭൂമി മഞ്ജു ലിബിൻ സ്വന്തമാക്കിയത് തൊഴിലുറപ്പ് ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. സ്വന്തമായുള്ള ഭൂമിയിൽ വീടിനായി അപേക്ഷ നൽകിയിട്ടും മഞ്ജുവിന്റെ കാത്തിരിപ്പ് തുടരുകയാണ്. അമ്മാമ്മയുടെ പേരിലുള്ള സ്ഥലമാണ്. അപ്പോൾ ആളുടെ നിന്ന് മേടിച്ചിട്ട് 3 വർഷമായി ഷെയർ കൊടുത്തിട്ട്. എന്നിട്ടിപ്പോൾ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ജ്യോതിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു അടിയാധാരം അമ്മയുടെ പേരിലുള്ള കാരണം പാസ്സാക്കി തരാൻ പറ്റില്ല. പിന്നെ വരുമാനത്തിരി കൂടുതലാണ്, റേഷൻ കാർഡിൽ വരുമാനം കൂടുതലാണ്, അപ്പോൾ പാസ്സാക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആധാരം ഉണ്ടെങ്കിലും അടിയാധാരം അമ്മൂമ്മയുടെ പേരിലാണെന്ന വാദമുയർത്തി വീടിനുള്ള അർഹത വൈകിപ്പിക്കുകയാണ് ബന്ധപ്പെട്ടവർ. മേൽക്കൂര തീർത്ത തകര ഷീറ്റ് കാറ്റിൽ പറന്നുമാറുമ്പോൾ മഞ്ജുവാണ് ഇതെല്ലാം പഴയപടി നിലനിർത്താറ്. കഴിഞ്ഞ പ്രളയത്തിൽ മുങ്ങി ചുമരുകൾ വിണ്ടുകീറിയതോടെ യുവതിക്ക് ഇതിനും കഴിയാതായി. പ്രളയത്തിൽ വെള്ളം കയറിയപ്പോൾ ഉള്ളിലേക്കൊക്കെ കയറി, ഉള്ളിലുള്ള സാധനങ്ങൾ നാശമായി. പിന്നെ ഇവിടെ ഒക്കെ വിണ്ടു പൊളിഞ്ഞു, അപ്പുറത്ത് അറ്റം വരെയും പൊളിഞ്ഞു. ഈ ഒരാഴ്ച മുന്നേ കാറ്റ് വീശിയപ്പോൾ ഷീറ്റൊക്കെ പറന്ന് താഴ്ത്തിക്കുന്നത്. അതിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇതൊന്നും ഇടാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഉറപ്പില്ലാത്ത കാരണം ചിലപ്പോൾ താഴ്ത്തേക്ക് വീഴുകയും ചെയ്യും. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് സ്കൂളിലെ ക്യാമ്പിലായിരുന്നു പ്രളയകാലത്തെ ജീവിതം. കഴിഞ്ഞ ദിവസം നാട്ടുകാർ ചെറിയൊരു ഷീറ്റ് കൊണ്ട് മേൽക്കൂര പൊതിഞ്ഞുകൊടുത്തു. 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ അതുലിനും തനിക്കും സുരക്ഷിതമായി കഴിയാൻ വീടിനായി കാത്തിരിപ്പ് തുടരുകയാണ് മഞ്ജു ലിബിൻ എന്ന തൊഴിലുറപ്പ് തൊഴിലാളി. TCV ന്യൂസ്, തൃപ്രയാർ. കരൾ രോഗബാധിതനായ ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു. നടത്തറ കൊഴുക്കുള്ളി മുണ്ടക്കൽ ശങ്കുണ്ണി മകൻ 45 വയസ്സുള്ള കണ്ണനാണ് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി കനിവ് തേടുന്നത്. 25 ലക്ഷം രൂപയോളം വരുന്ന ചികിത്സാ ചെലവ് കണ്ടെത്താൻ അഡ്വക്കേറ്റ് കെ രാജൻ MLAയും നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്തും രക്ഷാധികാരികളായുള്ള കണ്ണൻ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മൂർഖനിക്കര ബ്രാഞ്ചിൽ 25880000101565 എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കേരളത്തിലെ എഴുത്തുകാർക്കിടയിൽ ഒരുതരം അസഹിഷ്ണുതയും മൗനവും നിലനിൽക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ചിലതിൽ എഴുത്തുകാർ പ്രതിഷേധിക്കുകയും ചിലതിൽ മൗനം അവലംബിക്കുകയും ചെയ്യുന്നതെന്ന് സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് പറഞ്ഞു. സംസ്കാര സാഹിതി സംഘടിപ്പിച്ച സാംസ്കാരിക പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വടക്കേടത്ത്. സാഹിത്യ അക്കാദമിയെയും അതുമായി ബന്ധപ്പെട്ട സംഘടനകളെയും കേന്ദ്രമാക്കിക്കൊണ്ട് കേരളത്തിലെ എഴുത്തുകാരെ പുരോഗമന സാഹിത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ പ്രക്രിയ നടക്കുകയാണെന്നും ആ രാഷ്ട്രീയ പ്രക്രിയയെ തടയാൻ നമുക്ക് കഴിയില്ലെന്നും വടക്കേടത്ത് അഭിപ്രായപ്പെട്ടു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ ഡോക്ടർ രജിതൻ മേനോത്ത് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ PV കൃഷ്ണൻ നായർ, ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ, അഡ്വക്കേറ്റ് എൽദോ പുത്തൂർ, ചലച്ചിത്ര താരം രമാദേവി, പ്രൊഫസർ ജോൺ സിറിയക് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഇനി മുതൽ പടുകൂറ്റൻ ദേശീയ പതാക പാറിപ്പറക്കും.
A1 പദവിയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ദേശീയ പതാക സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ 100 അടി ഉയരമുള്ള ഇരുമ്പ് കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്തിയത്. അടുത്ത മാസം റെയിൽവേയിൽ നിന്ന് വിരമിക്കുന്ന റെയിൽവേ ഓപ്പറേറ്റിംഗ് സ്റ്റാഫ് KN ശങ്കരനാരായണനാണ് ദേശീയ പതാക ഉയർത്തുന്നതിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചത്. കൊടിമരത്തിനുള്ളിലെ മെഷീൻ ഉപയോഗിച്ചാണ് പതാക ഉയർത്തുക. സ്റ്റേഷൻ ഡയറക്ടർ KM ഭാഷ, ACMS ബാബുരാജൻ, സ്റ്റേഷൻ മാനേജർ KR ജയകുമാർ, RPF ഓഫീസർമാർ, റെയിൽവേ പോലീസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവില്ലാമല ശ്രീ വില്വാതിരിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി ഉത്സവം ആഘോഷിച്ചു. കിഴക്കേനടയിൽ രാവിലെ ഗവാള പൂജയും മണ്ണൂർ രാജകുമാരനുണ്ണിയുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു. പതിവ് പോലെ വില്വാതിരിനാഥനെ വണങ്ങാൻ ഇക്കുറിയും ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നുമായി കുംഭാര സേവകരെത്തി. നിളയിൽ കുളിച്ച് ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ രാമമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ക്ഷേത്രത്തെ വലം വെച്ച് നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് ഇവർ മടങ്ങി. അന്നദാനവും ഒരുക്കിയിരുന്നു. ശനിയാഴ്ച ദ്വാദശി ഊട്ടോടെ ഏകാദശി ആഘോഷങ്ങൾക്ക് സമാപനമാകും. അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ 11ാമത് അയനം CV ശ്രീരാമൻ കഥാപുരസ്കാരം കഥാകാരി CS ചന്ദ്രികയ്ക്ക് ചലച്ചിത്ര സംവിധായകൻ TV ചന്ദ്രൻ സമർപ്പിച്ചു. ഓർമ്മ എന്നതിന് കാലദേശാതീതമായ മാനവികത കൊടുത്ത എഴുത്തുകാരനായിരുന്നു CV ശ്രീരാമനെന്ന് പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംവിധായകൻ TV ചന്ദ്രൻ അനുസ്മരിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖിന് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് K രാജൻ MLA മുഖ്യ അതിഥിയായി. ഡോക്ടർ NR ഗ്രാമപ്രകാശ്, വിജേഷ് എടക്കുന്നി, CS ചന്ദ്രിക തുടങ്ങിയവർ സംസാരിച്ചു. മഹാശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വടക്കുന്നാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് ശിവരാത്രി മണ്ഡപത്തിൽ തുടരുന്ന നൃത്തസംഗീതോത്സവത്തിൽ ഭരതനാട്യവും മോഹിനിയാട്ടവും അരങ്ങേറി. മീര സന്തോഷിന്റെ ഭരതനാട്യവും സിനിമാ താരങ്ങളായ ഈവ പവിത്രനും അനുമോളും അവതരിപ്പിച്ച മോഹിനിയാട്ടവും കലാസ്വാദകരുടെ മനം കവർന്നു. നിരവധി പേരാണ് കലാപരിപാടികൾ കാണാനെത്തിയത്. തൈക്കാട്ടുശ്ശേരി കവർച്ച കേസിൽ പ്രതി പിടിയിലായതായി സൂചന. പട്ടിക്കാട് സ്വദേശി സന്തോഷാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായതായി സൂചനയുള്ളത്. മാസങ്ങൾക്ക് ശേഷമാണ് പ്രതി പിടിയിലായത്. വീടിന്റെ വാതിൽ തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 50 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് പ്രതി കവർന്നത്. ഒല്ലൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നത്. സ്വരാജ് റൗണ്ടിൽ കാറിന് പുറകിൽ ലോറിയിടിച്ചു. ആർക്കും പരിക്കില്ല. പ്രസ് ക്ലബിന് സമീപം 8 മണിയോടെയായിരുന്നു അപകടം. അമിത വേഗതയിൽ വന്നിരുന്ന ലോറി കാറിന്റെ പുറകിലിടിച്ചതിന്റെ ആഘാതത്തിൽ കാർ ഫുട്പാത്തിലേക്ക് കയറി നിൽക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന കുരിയച്ചിറ സ്വദേശികളായ വീട്ടമ്മയും മകനും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. വാണിജ്യം. തൃശൂരിലെ ആദ്യത്തെ IT ബേസ്ഡ് സ്റ്റാൻഡേർഡൈസ്ഡ് BPO ആയ സിറ്റ്ലാലി ഇൻഫോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാസ് ജോയിനിങ് തൃശൂരിൽ നടന്നു. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന മാസ് ജോയിനിങ്ങിൽ 100 പേരാണ് സിറ്റ്ലാലി ഇൻഫോ സൊല്യൂഷൻസിന്റെ ഭാഗമായി മാറിയത്. സിറ്റ്ലാലി ഇൻഫോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് CEO നിഹാസ് ബക്കർ, HR ഹെഡ് സമർ സുൽത്താൻ, ഡയറക്ടർമാരായ നേഹ ബാനു, ആയിഷ നിഹാസ്, സീനിയർ HR കൺസൾട്ടന്റ് PA ഷമീർ, സീനിയർ ട്രെയിനിംഗ് കൺസൾട്ടന്റ് വിജേഷ് R മല്ലിക് തുടങ്ങിയവർ പങ്കെടുത്തു. പേൾ റീജൻസി GM VK സുരേഷ് ബാബു ആശംസകൾ നേർന്നു. 1 മാസത്തെ സ്റ്റാഫ് ട്രെയിനിങ്ങിന് ശേഷം ഏപ്രിൽ മാസത്തിൽ സിറ്റ്ലാലി ഇൻഫോ സൊല്യൂഷൻസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. തൃശൂരിലെ ആദ്യ IT ബേസ്ഡ് സ്റ്റാൻഡേർഡൈസ്ഡ് BPO ആയ സിറ്റ്ലാലി ഇൻഫോ സൊല്യൂഷൻസ് സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് IT രംഗത്ത് നിരവധി വർഷത്തെ പ്രവർത്തന പരിചയവും വൈദഗ്ധ്യവും ഉള്ളവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9539789494. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിലും കർഷക ആത്മഹത്യ. മാളക്കുഴൂരിൽ കർഷകനായിരുന്ന ജീജോ പോളിനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃഷിയിലൂടെ ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ടായിരുന്നതായി ബന്ധുക്കൾ. അടിയന്തരാവസ്ഥക്കാലത്തിന്റെയും കക്കയം ക്യാമ്പ് പീഡനത്തിന്റെയും ജീവിക്കുന്ന രക്തസാക്ഷിയായി എബ്രഹാം ബെൻഹർ. രാജന്റെ മൃതദേഹം കോരപ്പുഴയിൽ ഒഴുക്കിയതാകാമെന്നും വെളിപ്പെടുത്തൽ. വിയർപ്പിനൊപ്പം കണ്ണീരൊഴുക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ. കൂലി കുടിശ്ശിക ലഭിക്കാത്തത് പ്രതിസന്ധിയായി മാറുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തൃശൂർ മണ്ഡലത്തിലേക്കുള്ള CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാർ. സംസ്ഥാന ദേശീയ കൗൺസിലുകൾ ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് സ്വീകരിക്കും.
എരുമപ്പെട്ടി തിച്ചൂരിൽ ബസ്സിടിച്ച് വയോധിക മരിച്ചു. നിർത്തിയിട്ടിരുന്ന ബസ്സിന് മുന്നിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലായിരുന്നു അപകടം. പാഞ്ഞാളിൽ റിട്ടയർഡ് അധ്യാപികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് നിഗമനം. മറ്റത്തൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ജലസാക്ഷരതാ യജ്ഞം ശ്രദ്ധേയമാകുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് പഞ്ചായത്തിലെ മുഴുവൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച സമ്പൂർണ്ണ നീന്തൽ പരിശീലന പരിപാടി നടപ്പാക്കുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Joy Alucas